ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കുഞ്ഞുങ്ങൾക്ക് കഥ ഇഷ്ടമാണല്ലോ. ഇന്ന് നമ്മൾക്ക് ഒരു ഒരു സ്ത്രീരത്നം ഉപ്പുതൂണായി പോയതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് നമുക്കൊരു വാക്യം പഠിക്കാം. കുഞ്ഞുങ്ങൾ വാക്യങ്ങളെല്ലാം പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം. ലോത്തിൻ്റെ ഭാര്യ അവൻ്റെ പിന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായി ഭവിച്ചു. ഒന്നും കൂടെ നമുക്ക് ആ വാക്യം പഠിക്കാം. ലോത്തിൻ്റെ ഭാര്യ അവൻ്റെ പിന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായി ഭവിച്ചു. ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ആരാണ് ഉപ്പുതൂണായിട്ട് തീർന്നതെന്ന്. ലോത്തിൻ്റെ ഭാര്യയാണ്. സോദോമും ഗോമോറ എന്ന പട്ടണം പാപം കൊണ്ട് നിറഞ്ഞു. അപ്പോൾ ആ പട്ടണത്തിൻ്റെ നിലവിളി, ആ പാപമുഖാന്തരമായിട്ട് അവരുടെ നിലവിളി വലിയതാണെന്ന് ദൈവം കണ്ടു. അതുകൊണ്ട് സോദോമിനെ ഗോമോറയെ നശിപ്പിക്കണമെന്ന് തീരുമാനിച്ചു. കാരണം അത്രമാത്രം ആ പട്ടണം വലിയതായിരുന്നു. എന്നാൽ ആ സമയത്ത് അബ്രഹാമിനോട് ദൈവം ആ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അബ്രഹാം പറഞ്ഞു, ആ പട്ടണത്തിൽ കുറച്ചെങ്കിലും നീതിമാന്മാരുണ്ടെങ്കിൽ അവരെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. അത് 10 പേരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം പറഞ്ഞു അവരെ രക്ഷിക്കാമെന്ന്. എന്നാൽ ആ പട്ടണത്തിൽ നോക്കിയപ്പോൾ 10 നീതിമാന്മാർ പോലും ഇല്ലാത്ത ഒരു പട്ടണം, സോദോമും ഗോമോറയും എന്ന സ്ഥലം. അപ്പോൾ 10 നീതിമാന്മാർ പോലുമില്ല. എന്നാൽ യഹോവ അബ്രഹാമിനെ ഓർത്തു. അബ്രഹാമിൻ്റെ ചേട്ടൻ്റെ മകനായ കസിനായ ലോത്തിൻ്റെ കുടുംബത്തെ ദൈവം ഓർത്തു. അപ്പോൾ ലോത്തിനെയും കുടുംബത്തെയും രക്ഷിക്കണമെന്ന് ദൈവം കർത്താവ് തീരുമാനിച്ചു. അതുകൊണ്ട് അവരെ ആ പട്ടണത്തിൽ നിന്ന് മാറ്റിയിട്ട് വേണം ആ പട്ടണം നശിപ്പിക്കുവാനായിട്ട്. കാരണം 2 നീതിമാന്മാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പട്ടണം നിറച്ച് അനീതി കൊണ്ട് നിൽക്കുന്ന അതിൽ കുറച്ചെങ്കിലും നല്ലവരായിട്ടുണ്ടെങ്കിൽ ആ അനീതിയുള്ള പാവികളുടെ കൂടെ ദൈവം നീതിമാന്മാരെ നശിപ്പിക്കുകയില്ല. ലോത്തൊരു നീതിമാനായിരുന്നു. വലിഞ്ഞുപോയ നീതിമാൻ എന്നാണ് ലോത്തിനെക്കുറിച്ച് പറയുന്നത്. എന്നാൽ അബ്രഹാമിനെയും ദൈവം ഓർത്തു. അബ്രഹാമിന് ദുഃഖമായിട്ട് തീരും ലോത്ത് നശിക്കപ്പെട്ടു പോയാൽ. അതുകൊണ്ട് 2 ദൂതന്മാരെ സോദോമും ഗോമോറയിലേക്ക് വഹിച്ചു. അവിടെ നിന്ന് ലൂത്തിനെയും കുടുംബത്തെയും അവിടെ നിന്ന് രക്ഷിക്കുവാനായിട്ട്. അങ്ങനെ അവർ 2 ദൂതന്മാർ, ദൈവത്തിൻ്റെ ദൂതന്മാരാണ്. ലോത്ത് ഉള്ള പട്ടണത്തിൻ്റെ, സോദോം പട്ടണത്തിൻ്റെ വാതിക്കൽ ചെന്നു. സോദോം പട്ടണത്തിൻ്റെ വാതിക്കലാണ്, വലിയ സ്ഥാനത്തോടു കൂടിയാണ് അന്ന് ലോത്തിരിക്കുന്നത്. അപ്പോൾ ഇവരെ കണ്ടപ്പോൾ ലോത്ത് എഴുന്നേറ്റ് എന്ന് അവരെ നിലം വരെ കുനിഞ്ഞ് നമസ്കരിച്ചു. അത് കഴിഞ്ഞിട്ട് ലോത്ത് പറഞ്ഞു, എൻ്റെ വീട്ടിലേക്ക് വാ എന്ന് പറഞ്ഞു. അവരെ വീട്ടിലേക്ക് കൊണ്ടു ചെന്നു. അവർക്ക് വേണ്ടി പുളിപ്പില്ലാത്ത അപ്പം ചുട്ടു, അവർക്ക് വേണ്ടി വിരുന്നൊരുക്കി. അങ്ങനെ സദ്യ ഒരുക്കി അവർ ഭക്ഷണം കഴിക്കുവാനായിട്ട് ഇരുന്നപ്പോഴാണ് ആ ദുഷ്ടന്മാരായിട്ടുള്ളവർ വന്നിട്ട് പറഞ്ഞു, നിൻ്റെ വീട്ടിൽ വന്നവരെ പുറത്തു തരിക, ഞങ്ങളവരെ കൊന്നുകളയട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ലോത്ത് പറഞ്ഞു, എൻ്റെ വീട്ടിൽ അഭയത്തിന് വന്നവരെ ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് വിട്ടു തരികയില്ല എന്ന് പറഞ്ഞു. ലോത്ത് തന്നെ പുറത്ത് ചെന്ന് അവരോട് സംസാരിക്കാൻ ചെന്നപ്പോൾ ലോത്തിനെ കൊല്ലുവാനായിട്ട് നോക്കി. അപ്പോൾ ആ 2 ദൂതന്മാർ പുറത്ത് നിന്ന് കൈ നീട്ടി ലോത്തിനെ അകത്ത് കിടത്തുകയും അവിടെ വാതിക്കലുള്ള പുരുഷന്മാർക്ക് ആബാലവൃത്തം അന്ധത പിടിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി കാണും അത് കഴിഞ്ഞിട്ട് അത്രയും അത്ഭുതം ലോത്ത് കണ്ട് ലോത്തിനോട് പറഞ്ഞു, നീ നിൻ്റെ മക്കളും എല്ലാവരും കൂടി വേഗം ഈ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടു പോവുക. നീ ഈ പട്ടണത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം ഈ പട്ടണം നശിപ്പിക്കുവാനായിട്ട് ദൈവം നശിപ്പിക്കുകയില്ല, ദൈവത്തിന് അതിന് കഴിയുകയില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ലോത്തിനോട് പറഞ്ഞു, നിൻ്റെ പെൺമക്കളെ വിവാഹം കഴിക്കുവാൻ ആരെങ്കിലും ഉള്ളവരോട് ചെന്ന് നീ വിവരം പറയുവാനായിട്ട് പറഞ്ഞു. അങ്ങനെ ലോത്ത് ചെന്ന് തൻ്റെ പുത്രിമാരെ വിവാഹം ചെയ്യുവാനുള്ള മരുമക്കളോട് സംസാരിച്ചു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ എഴുന്നേറ്റ് വേഗം ഈ സ്ഥലം വിട്ട് പുറപ്പെടുവിൻ എന്ന് പറഞ്ഞു. എന്നാൽ അവർ വിചാരിച്ചു കളി പറയുകയാണെന്ന്. അവർ വിശ്വസിച്ചില്ല. അത് കഴിഞ്ഞ്
അത് കഴിഞ്ഞപ്പോൾ ഈ 2 ദൂതന്മാരും കൂടി നിർബന്ധിച്ച് ലോത്തിനെയും ഭാര്യയെയും 2 പെൺമക്കളാണുള്ളത്, അവരെ നിർബന്ധിച്ച് അവരെ മുമ്പോട്ട് കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ പുറകോട്ട് നോക്കരുത്, ഓടിപ്പോവുക, പുറകോട്ട് നോക്കരുത്, ഈ പ്രദേശത്തെങ്ങും നിൽക്കുകയും അരുത്. അതുകൊണ്ട് ഈ പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ നാശം സംഭവിക്കും. അതുകൊണ്ട് നിങ്ങൾ പുറകോട്ട് നോക്കരുത്. നിങ്ങൾക്ക് ആപത്തൊന്നും നശിക്കാതിരിക്കേണ്ടതിന് പർവ്വതത്തിലേക്ക് ഓടിപ്പോവുക എന്ന് ലോത്തിനോട് പറഞ്ഞു. അപ്പോൾ ലോത്ത് പറഞ്ഞു, പർവ്വതം വരെ ഓടിപ്പോകുവാനായിട്ട് എനിക്ക് സാധിക്കത്തില്ല, ഞാൻ അടുത്ത പട്ടണമായ സോവറിലേക്ക് ഓടിപ്പോകട്ടെ എന്ന് ചോദിച്ചപ്പോൾ അതും ദൂതന്മാർ സമ്മതിച്ചു. അങ്ങനെ അടുത്തുള്ള പട്ടണമായ സോവാറിലേക്ക് ലോത്ത് കടന്നു. ലോത്ത് ആ പട്ടണത്തിലെത്തി. എന്നാൽ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ലോത്തിൻ്റെ ഭാര്യ ഓർത്തു, അയ്യോ, എന്തെല്ലാം സാധനങ്ങളാണ് ഞാൻ എൻ്റെ വീട്ടിൽ വിട്ടിട്ട് പോകുന്നത്. അപ്പോൾ അത് എടുക്കണമെന്നുള്ള ആഗ്രഹം അവളുടെ ജീവിതത്തിൽ ഉണ്ടായി കാണും. ഓടുവാണ് അവർ സാധനങ്ങളൊന്നും എടുത്തിട്ടല്ല. ലോത്തും ഭാര്യയും 2 പെൺമക്കളും ഓടുകയാണ്. അപ്പോൾ അവൾ എന്ത് ചെയ്തെന്നറിയാമോ? അവൾ തിരിഞ്ഞു നോക്കി. അവൾ തിരിഞ്ഞു നോക്കിയതോടുകൂടി അവൾ ഉപ്പുതൂണായിട്ട് പോയി. ഇന്നും മനുഷ്യർക്ക് വേണ്ടി അത് ഉപ്പുതൂണായിട്ട് അവൾ നിൽക്കുകയാണ്. തിരിഞ്ഞു നോക്കരുതെന്ന് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. തിരിഞ്ഞു നോക്കി. ഇന്നും അങ്ങനെ അവൾ ഉപ്പുതൂണായിട്ട് പോയി. ഇവർ സോവാറിൽ കടന്ന സമയത്ത് യഹോവ സോദോമിൻ്റെയും ഗോമോരുടെയും മേൽ ആകാശത്ത് നിന്ന് തന്നെ ഗന്ധകവും തീയും വർഷിപ്പിച്ചു. ആ പട്ടണങ്ങൾക്കും പ്രദേശത്തിന് മുഴുവനും, ആ പട്ടണത്തിലെ സകല നിവാസികൾക്കും മാത്രമല്ല നിലത്തെ സസ്യങ്ങൾക്കും ഉന്മൂലനാശമുണ്ടായി. എന്നാൽ ലോത്തിനെയും ലോത്തൊരു നീതിമാനായതുകൊണ്ട് ലോത്തിനെയും മക്കളെയും ഭാര്യയും രക്ഷിക്കുവാനായിട്ട് ദൈവത്തിന് പ്രസാദം തോന്നി. എന്നാൽ അവൾ തിരിഞ്ഞു നോക്കിയത് മുഖാന്തരമായിട്ട് ലോത്തിൻ്റെ ഭാര്യ നശിച്ചു പോയി എന്ന് കാണുവാനായിട്ട് സാധിക്കും. ഇതിൽ നമുക്ക് അനേക ഗുണപാഠങ്ങൾ ഇതിൽ നിന്ന് പഠിക്കുവാനുണ്ട്. സോദോമും ഗോമോറയും നശിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ദൈവഭക്തനായ അബ്രഹാമിനെയും ലോത്തിനെയും ദൈവം ഓർത്തു എന്ന് കാണാനായിട്ട് സാധിക്കും. ദൈവം നീതിമാന്മാരെ സംരക്ഷിക്കുന്നവനാണ്, തൻ്റെ മക്കളെ കരുതുന്നവനാണ്. അതുകൊണ്ട് നമുക്ക് ഭയം കൂടാതെ ജീവിക്കാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ലോത്ത് നീതിമാനാണ്, എന്നാൽ അവൻ ദുഷ്ടന്മാരുടെ കൂടെയാണ് വസിക്കുന്നത്. നമ്മൾ ദൈവമക്കളായിട്ടുള്ളവർ ദുഷ്ടന്മാരുടെ കൂട്ട് നമുക്ക് പാടില്ല. നമ്മൾ പാപികളുടെ വഴിയിൽ നിൽക്കരുത്. ദുഷ്ടന്മാരുടെ കൂടെ നമ്മൾ ജീവിക്കുവാനും പാടില്ല. അത് നമ്മൾ സൂക്ഷിക്കേണ്ട ആവശ്യമാണ്. ലോത്ത് ദുഷ്ടന്മാരോട് കൂടെ ജീവിക്കുവാൻ ആഗ്രഹിച്ചത് മുഖാന്തരമാണ് അവന് സകലതും നഷ്ടമാകുവാനായിട്ട് ഇടയായിട്ട് തീർന്നത്. മൂന്നാമതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും, പുറകോട്ട് നോക്കരുതെന്ന് പറഞ്ഞു. എന്നാൽ ലോത്തിൻ്റെ ഭാര്യ പുറകോട്ട് നോക്കി ഉപ്പുതൂണായിട്ട് തീർന്നു. ഇന്ന് നമുക്കും ഒരു വിരൽ ചൂണ്ടുപലകയായിട്ട് അത് നിൽക്കുകയാണ്, ഉപ്പുതൂണായിട്ട് തീർന്ന ലോത്തിൻ്റെ ഭാര്യ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ കൽപ്പനകൾ അതുപോലെ അനുസരിപ്പാനായിട്ട്, ഈ ലോകത്തെ വിട്ടിട്ട് കർത്താവിനായിട്ട് ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഈ നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ മക്കളായ ഞങ്ങൾക്ക് നിൻ്റെ കൃപയിൽ ഞങ്ങളെ കാത്തുകൊള്ളണം. കർത്താവിനായിട്ട് ജീവിപ്പാൻ സഹായിക്കണം, വിശ്വസ്തരായിട്ടിരിപ്പാൻ സഹായിക്കണം. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം കാത്തുകൊള്ളണം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ താഴ്മയും വിനയമായിട്ട് അപേക്ഷിക്കുന്നു. ആമീൻ. എന്ത് ചെയ്യണം? കുഞ്ഞുങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെല്ലൈക്കണിൽ കൈയമർത്തുമ്പോൾ ഓൾ എന്ന പ്രൊവിഷനിൽ കൂടെ കൈയമർത്തണം. ഓക്കെ കുഞ്ഞുങ്ങളെ, ബൈ ബൈ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.